എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സ് മെസ്സേജിന്റെ പുതിയ ഒരു സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സന്ദേശം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എല്ലാം എളുപ്പത്തിൽ സാധ്യമാകുന്നത്? എന്തുകൊണ്ടാണ് മറ്റു ചിലർ കഠിനാധ്വാനം ചെയ്തിട്ടും പരാജയപ്പെടുന്നത്? ഇവിടെയാണ് പ്രപഞ്ചവുമായുള്ള സംഭാഷണം എന്ന ആശയം പ്രസക്തമാകുന്നത്. പ്രപഞ്ചം നിശബ്ദമല്ല, അത് ഓരോ നിമിഷവും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നലുകൾക്ക് അത് മറുപടി നൽകുന്നു. ഈ പ്രപഞ്ചത്തോട് എങ്ങനെ കൃത്യമായി സംസാരിക്കാം എന്ന് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. വൈബ്രേഷനും ഊർജവും. എന്താണ് ഈ പ്രപഞ്ച ഊർജം? നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ കാണുന്ന കസേരയോ മേശയോ കല്ലോ ഒക്കെ നിശ്ചലമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ആധുനിക ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് മറ്റൊന്നാണ്. ഏതൊരു വസ്തുവിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിനുള്ളിലെ ആറ്റങ്ങൾ അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണാം. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നിശ്ചലമല്ല. എല്ലാം ഒരു നിശ്ചിത വേഗതയിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്പന്ദനത്തെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും വെറും ശൂന്യതയല്ല, അവയും ഊർജ്ജരൂപങ്ങളാണ്. അവയ്ക്കും ഓരോ വൈബ്രേഷൻ നിരക്കുണ്ട്. താഴ്ന്ന വൈബ്രേഷൻ. നമ്മുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജനില താഴുന്നു. ഇതിനെ ഒരു ഭാരമായി നമുക്ക് അനുഭവപ്പെടാം. ഭയവും ഉത്കണ്ഠയും. നാളെയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ തളച്ചിടുന്നു. ഇത് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് എനിക്ക് സുരക്ഷിതത്വമില്ല എന്ന സിഗ്നലാണ്. കുറ്റപ്പെടുത്തലുകൾ. മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം കൈവിടുകയാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജ്ജത്തെ ചോർത്തിക്കളയുന്നു. അഭാവം. എന്റെ കയ്യിൽ ഇതില്ല, എനിക്കതിന് കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് വീണ്ടും ആ ഇല്ലായ്മ തന്നെയാണ്. ഉയർന്ന വൈബ്രേഷൻ. സാധ്യതകളുടെ ആവൃത്തി. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ജീവിതം എത്ര ലളിതമായി തോന്നാറുണ്ട്. അതാണ് ഉയർന്ന വൈബ്രേഷൻ. സ്നേഹവും കരുണയും. നിങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തിന്റെ താളലയങ്ങളുമായി പൊരുത്തപ്പെടുന്നു. കൃതജ്ഞത. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ വൈബ്രേഷൻ നന്ദി പറയുന്നതാണ്. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. ആത്മവിശ്വാസം. എനിക്കിത് സാധ്യമാണ് എന്ന ബോധ്യം നിങ്ങളുടെ വൈബ്രേഷനെ ലക്ഷ്യത്തിന്റെ ആവൃത്തിയിലേക്കുയർത്തുന്നു. നിങ്ങളൊരു FM റേഡിയോ കേൾക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് 98.3 എന്ന ചാനലിലെ പാട്ടുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ റേഡിയോ ട്യൂൺ ചെയ്യേണ്ടത് അതേ പോയിന്റിലേക്കാണ്. നിങ്ങൾ 91.1ൽ ട്യൂൺ ചെയ്തിട്ട് എന്താണ് എനിക്ക് 98.3ലെ പാട്ട് കേൾക്കാൻ കഴിയാത്തത് എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങൾക്ക് വിജയം എന്ന പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിശ്വാസം, സന്തോഷം എന്നീ ഫ്രീക്വൻസികളിലേക്ക് ട്യൂൺ ചെയ്യണം. പരാജയം, സങ്കടം എന്നീ ചാനലുകളിൽ ഇരുന്നുകൊണ്ട് വിജയത്തെ പ്രതീക്ഷിക്കാനാവില്ല. എങ്ങനെ വൈബ്രേഷൻ ഉയർത്താം? പെട്ടെന്നൊരു നെഗറ്റീവ് ചിന്ത വന്നാൽ ഉടൻ തന്നെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുക. ശ്വസനം. പതുക്കെ ദീർഘമായി ശ്വസിക്കുക. ഇത് ശരീരത്തിലെ സമ്മർദ്ദം കുറച്ച് വൈബ്രേഷൻ മാറ്റാൻ സഹായിക്കും. പ്രകൃതിയുമായുള്ള സമ്പർക്കം. അല്പനേരം ചെടികൾക്കിടയിലോ വെയിലത്തോ നടക്കുന്നത് ഊർജം വർദ്ധിപ്പിക്കും. നല്ല വാക്കുകൾ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെല്ലാം നന്നായി നടക്കുന്നു എന്ന് ഉറക്കെ പറയുക. നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ മാറ്റിയാൽ പുറത്തെ ലോകം താനേ മാറാൻ തുടങ്ങും. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്താണോ അതുമാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക. അതുകൊണ്ട് എപ്പോഴും ഉയർന്ന ആവൃത്തിയിൽ ജീവിക്കാൻ പ്രപഞ്ചത്തോട് സംസാരിക്കാൻ ചില വഴികളുണ്ട്. അഫർമേഷൻസ്. ഞാൻ ശക്തനാണ്, എനിക്ക് ചുറ്റും അവസരങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ ആവർത്തിക്കുക. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായതായി കണ്ണടച്ച് സങ്കൽപ്പിക്കുക. അതിന്റെ ശബ്ദവും മണവും വികാരവും അനുഭവിക്കുക. നന്ദി പറയുക. നിലവിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് നന്ദി പറയുക. നന്ദിയുള്ള ഹൃദയത്തിലേക്ക് കൂടുതൽ നന്മകൾ ഒഴുകിയെത്തും. തടസ്സങ്ങളെ നേരിടുക. ചിലപ്പോൾ നിങ്ങളെല്ലാം ശരിയായി ചെയ്തിട്ടും ഫലം കാണുന്നില്ല എന്ന് തോന്നാം. എന്താണ് ഒന്നും നടക്കാത്തത് എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ താഴുന്നു. ഓർക്കുക, ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് തിളക്കമുള്ള പ്രഭാതം വരുന്നത്.
ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും പ്രപഞ്ചം അണിയറയിൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടാകും. ആ സമയത്ത് ക്ഷമയോടെയും വിശ്വാസത്തോടെയും ഇരിക്കുക എന്നതാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാനും അത് നേടിയെടുക്കാനുമുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനോടല്ല പ്രതികരിക്കുന്നത്, മറിച്ച് നിങ്ങൾ ആരാണെന്നതിനോടാണ്. അതുകൊണ്ട് ഇന്നു മുതൽ പരാതികൾ അവസാനിപ്പിക്കാം. പ്രപഞ്ചത്തോട് സ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഭാഷയിൽ സംസാരിച്ചു തുടങ്ങാം. നിങ്ങൾ ലോകത്തിന് എന്തു നൽകുന്നോ അത് ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചുവരും. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നന്ദി.